ത്വൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 ആളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. ആ 2 ആളുകളിൽ ഒരു വ്യക്തി ഇബാദത്തുകളുടെ കാര്യത്തിൽ വളരെയധികം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റേ വ്യക്തി ആദ്യത്തെ വ്യക്തിയേക്കാൾ അത്ര തന്നെ പരിശ്രമമില്ലാത്തയാൾ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്നായി പരിശ്രമിക്കുന്ന ആ ആദ്യത്തെ വ്യക്തി അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് തന്നെ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെട്ടു. അതുപോലെ തന്നെ മറ്റേ വ്യക്തി 1 കൊല്ലം കൂടി ജീവിച്ചു, അദ്ദേഹവും മരണപ്പെട്ടു. ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹുവും ഈ 2 പറഞ്ഞ ആളുകളും സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് രണ്ടാമത് മരണപ്പെട്ട അത്ര തന്നെ ഇബാദത്തുകളുടെ കാര്യത്തിൽ പരിശ്രമമില്ലാത്ത വ്യക്തിയെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. രണ്ടാമത് വന്ന് ഷഹീദായി മരണപ്പെട്ട ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇവിടെ തന്നെ നിൽക്കുക, താങ്കൾക്ക് സമയമായിട്ടില്ല, തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ഈ സ്വപ്നം ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആശ്ചര്യം, ഒരു അത്ഭുതം ഉണ്ടാക്കി. ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് പറഞ്ഞപ്പോൾ അവർക്കും അത്ഭുതം തോന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വാർത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, സ്വഹാബികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര അത്ഭുതപ്പെട്ടത്? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഷഹീദായി മരിച്ച വ്യക്തി രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്. ആദ്യം പ്രവേശിച്ചത് അത്ര തന്നെ ഇബാദത്തുകളിൽ പരിശ്രമം കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. ഈ കാര്യത്തിലാണ് ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, സ്വഹാബികളെ മറ്റേ വ്യക്തി 1 കൊല്ലം കൂടി കൂടുതലായി ജീവിച്ചിട്ടില്ലേ? സ്വഹാബികൾ പറഞ്ഞു, ബല, അള്ളാഹുവിന്റെ റസൂൽ 1 കൊല്ലം കൂടി കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു ചോദ്യം, വഅദ്റക റമദാന ഫസാമ, അയാൾക്ക് ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിക്കുകയും അതിലയാൾ നോമ്പനുഷ്ഠിക്കുകയും ആ കൂടുതലായി ലഭിച്ച ആ വർഷത്തിൽ അയാൾ നിസ്കരിക്കുകയും സുജൂദുകളൊക്കെ അധികരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, അങ്ങനെയാണെങ്കിൽ ഈ 2 ആളുകൾക്കിടയിൽ ആകാശഭൂമിയുടെ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നത്. ഒരാൾ ഷഹീദായി മരിച്ചു, മറ്റേ വ്യക്തി 1 കൊല്ലം കൂടി അധികരിച്ച് ജീവിച്ചു. ആ അധികരിച്ച് കിട്ടിയ ആ 1 കൊല്ലത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് കൊണ്ട് തന്നെ ഷഹീദായ വ്യക്തിയെ മറികടക്കുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആകാശഭൂമിയുടെ ഇടയിലുള്ള വ്യത്യാസം ഉണ്ട് എന്നാ. അപ്പൊ നോക്കൂ, അയാൾക്ക് 1 കൊല്ലം കൂടി കൂടുതൽ ലഭിച്ചു, അയാളത് ഉപയോഗപ്പെടുത്തി. പരലോകത്ത് വലിയ സ്ഥാനം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.